ഇറാൻ അമേരിക്കൻ യുദ്ധം ആരെയാണ് പൂർണ്ണമായും തളർത്താൻ പോകുന്നത്? യുദ്ധത്തിന് ശേഷം അമേരിക്കയുടെ ലോക പോലീസ് പട്ടം ഇടിയുമോ? ഗൾഫിനി അമേരിക്കയെ വിശ്വസിക്കുമോ? ഇസ്രായേലിന് എന്ത് സംഭവിക്കും? എന്തായിരിക്കും യുദ്ധാനന്തര ലോകം? നോക്കാം വീഡിയോയിലേക്ക്. അമേരിക്കയുടെ സാമ്പത്തിക അടിത്തറ വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയെ ടെക്നിക്കലി തകരുകയില്ലെങ്കിലും അമേരിക്ക നിയന്ത്രിക്കുന്ന ലോകക്രമത്തെ ശക്തമായി മാറ്റാൻ കഴിയുന്ന നിലയിലേക്കാണ് ഇപ്പോൾ യുദ്ധത്തിൻ്റെ പോക്ക്. ഒന്ന് പുറകോട്ട് പോയാൽ അമേരിക്കയ്ക്ക് മുമ്പ് ബ്രിട്ടനായിരുന്നു ലോകം നിയന്ത്രിച്ചിരുന്നത്. എന്നാൽ ഒന്നും രണ്ടും മഹായുദ്ധത്തെ തുടർന്നുള്ള സാമ്പത്തിക പരാധീനം മൂലം ബ്രിട്ടന് പവർ നഷ്ടപ്പെടുകയും അമേരിക്ക അത് ഏറ്റെടുക്കുകയും ചെയ്തു. ഇതൊരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് എത്തിച്ചേരുകയില്ലെങ്കിലും ഏകദേശം അതുപോലൊരു അവസ്ഥയിലേക്കാണ് ഈ യുദ്ധത്തിൽ അമേരിക്കയെ കൊണ്ടുചെന്നെത്തിക്കുന്നത്. അതായത് ഇനി ലോകം അമേരിക്ക നിയന്ത്രിക്കുന്ന യൂണിപോളാർ വേൾഡിൽ നിന്നും മൾട്ടിപോളാർ വേൾഡിലേക്ക് പോവുകയാണ്. അതായത് അമേരിക്ക കേന്ദ്ര ലോകം കുറയുകയും US, ചൈന, റഷ്യ, ഗൾഫ് പവർ, ഇന്ത്യ എന്ന രീതിയിൽ പവർ സെൻറ്റേഴ്സ് വളരുകയും ചെയ്യും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലോകത്തിലെ ഏറ്റവും വലിയ GDP ഉള്ള രാജ്യങ്ങളിലൊന്നാണ് അമേരിക്ക. ഡോളർ ഇപ്പോഴും ലോകത്തിലെ പ്രധാന റിസർവ് കറൻസിയാണ്. വലിയ ക്യാപിറ്റൽ മാർക്കറ്റ്, ടെക്നോളജി സെക്ടർ, ഡിഫൻസ് ഇൻഡസ്ട്രി എന്നിവയുണ്ട്. പക്ഷേ യുദ്ധം നീണ്ടാൽ എണ്ണവില കുതിച്ചുയരും, ഇൻഫ്ലേഷൻ കൂടും, ഗവൺമെൻറ് ഡിഫിക്കൽറ്റി കൂടും, ഇൻട്രസ്റ്റ് റേറ്റ് നീണ്ടകാലം ഉയർന്നു നിൽക്കാം. ഇത് അമേരിക്കയുടെ വളർച്ച മന്ദഗതിയിലാക്കും. അവർക്ക് മറ്റു രാജ്യങ്ങളെ സഹായിച്ചുകൊണ്ട് നിലനിൽക്കാനാവില്ല. അതോടെ അമേരിക്കയുടെ വേൾഡ് പോലീസ് ഇമേജിന് കോട്ടം വരാം. കാരണം വേൾഡ് പോലീസ് എന്നത് രണ്ട് കാര്യങ്ങളെ ആശ്രയിക്കുന്നു: മിലിറ്ററി പവേഴ്സും അലയൻസിൻ്റെ ട്രസ്റ്റും. ഇവിടെ യുദ്ധം നീണ്ടുപോയാൽ വ്യക്തമായ വിജയം ഇല്ലെങ്കിൽ അമേരിക്കയുടെ ഗ്ലോബൽ അതോറിറ്റി കുറയാം. ഇങ്ങനെ സംഭവിച്ചാൽ ചൈന കൂടുതൽ ഇൻഫ്ലുവൻസ് നേടും. റഷ്യ സ്ട്രാറ്റജിക്കൽ സ്പേസ് ഉപയോഗിക്കും. ഗൾഫ് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് സൗദി അറേബ്യ, UAE, ഖത്തർ സെക്യൂരിറ്റി കാര്യത്തിൽ ഇപ്പോഴും അമേരിക്ക തന്നെയാണ് ആശ്രയിക്കുന്നത്. പക്ഷേ ഇനി അങ്ങനെ ആകണമെന്നില്ല. അവർ അമേരിക്കയെ ആശ്രയിക്കാം, പക്ഷേ അതേസമയം തന്നെ പാരലായി ചൈനയുമായി ഒരു ബിസിനസ്, റഷ്യയുമായി എനർജി കോർഡിനേഷൻ, സ്വന്തം ഡിഫൻസ് ബിൽഡപ്പ് എന്നിവ വർദ്ധിപ്പിക്കും. അതായത് അമേരിക്കയുമായുള്ള വിശ്വാസം തുടരും, പക്ഷേ ഒരേ ഒരു ആശ്രയം എന്ന നിലയിൽ അമേരിക്കയെ മാത്രം ഒരു അവകാശമുണ്ടാവില്ല. മാത്രമല്ല, എനർജി പൊളിറ്റിക്സ് കൂടുതൽ ശക്തമാകും. എണ്ണയും ഗ്യാസ് റൂട്ടുകളും ലോകരാഷ്ട്രത്തെ വീണ്ടും ഡൊമിനേറ്റ് ചെയ്യും. ഇതിനിടയിൽ ചൈന ക്രൂഡ് ഓയിലിന് പകരം ഒരു ഊർജ്ജ സംവിധാനം കണ്ടെത്തുന്ന അവസാന ഘട്ടത്തിലാണെന്ന് കേൾക്കുന്നു. അത് വന്നാൽ ചൈന പിന്നെ ലോകം ഭരിക്കും. ഇനി ഇറാൻ്റെയും ഇസ്രായേലിൻ്റെ കാര്യം നോക്കാം. വർഷങ്ങളായി സാങ്ഷനിൽ കിടക്കുന്ന രാജ്യമായതുകൊണ്ട് തന്നെ ഇറാൻ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ടെക്നോളജികളല്ലാതെ മൾട്ടിനാഷണൽ കമ്പനികൾ ഒന്നും വന്ന് അവിടെ ഇൻവെസ്റ്റ് ചെയ്ത് പ്രൊജക്റ്റുകൾ ഓണാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ബോംബുകൾ വീഴുമ്പോൾ കെട്ടിടങ്ങൾ നശിക്കുന്നതല്ലാതെ മറ്റ് സാമ്പത്തിക പരാധീനതയൊന്നും ഇറാനുണ്ടാകുന്നില്ല. പക്ഷേ ഇസ്രായേലിൻ്റെ കാര്യം അങ്ങനെയല്ല. തങ്ങളുടെ രാജ്യം ലോകത്തിലെ തന്നെ ഏറ്റവും സുരക്ഷിതമാണെന്ന് കാണിച്ചുകൊണ്ട് മിക്ക കമ്പനികളെയും അവിടെ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ചിരിക്കുകയാണ്. വലിയ വലിയ പ്രോജക്റ്റുകൾ ഓൺ ചെയ്തിരിക്കുകയാണ്. അവിടെയെല്ലാം ഒരു ബോംബ് വീണാൽ പിന്നെ അവർ അവിടെ നിൽക്കില്ല. അവർ തിരിച്ച് അവരുടെ രാജ്യങ്ങളിലേക്ക് തന്നെ തിരിച്ചു പോകും. ഗൾഫ് മേഖലയിലും ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മിക്ക സമയത്തുമുള്ള സൈറൺ അലേർട്ട് ജനങ്ങളുടെ മാനസിക സമ്മർദ്ദം കൂട്ടുന്നു എന്നാണ് പറയുന്നത്. ഷെൽട്ടറിലേക്ക് ഓടേണ്ട അവസ്ഥ, കുട്ടികളും കുടുംബങ്ങൾക്കും ഫിയർ എന്നിവ അവരെ വല്ലാതെ അലട്ടുന്നുണ്ട്. ടെൽ-അവീവിൽ യുദ്ധത്തിനെതിരെ അവിടുത്തെ ജനങ്ങൾ തന്നെ ഇപ്പോൾ എതിരായിട്ടുണ്ട്. അവർ ചോദിക്കുന്ന പ്രധാന ചോദ്യങ്ങൾ എന്തെന്ന് വെച്ചാൽ, എന്താണ് ഇതിനൊരു അവസാനം? ഇസ്രായേൽ ജനത്തിൻ്റെ സുരക്ഷ എന്താണ്? കാഷ്വാലിറ്റി എന്തുകൊണ്ട് കൂടുന്നു? ഇതിന് നെതന്യാഹു ഉത്തരം നൽകിയേ മതിയാവൂ. കാരണം ഇത് ഫ്യൂച്ചർ ഇലക്ഷനിലും ലീഡർഷിപ്പ് ചേഞ്ചിലും ഇമ്പാക്റ്റ് ചെയ്യും. യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് യുദ്ധത്തിൽ ഇസ്രായേൽ ഡോമിനൻസിയുള്ള രാജ്യമാണെങ്കിൽ യുദ്ധാനന്തരം കാര്യങ്ങൾ കുഴിഞ്ഞു മറിയുകയാണ്. ഇപ്പോൾ യമൻ, ലെബനോൻ, ഇറാൻ എന്നീ 3 രാജ്യങ്ങളുമായി യുദ്ധം ചെയ്യേണ്ട സാഹചര്യം അവരെ കൂടുതൽ പ്രശ്നത്തിലേക്ക് നയിക്കുന്നു. മൊസാദ് എന്ന ഏജൻസി മൂലം ലോകത്തെ ഏറ്റവും ശ്രദ്ധയാകർഷിച്ച നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ അത് നെതന്യാഹു ആയിരുന്നു. എന്നാൽ ഇന്ന് അതേ മൊസാദിൻ്റെ തെറ്റായ നിഗമനം കൊണ്ട് യുദ്ധത്തിനിറങ്ങിയപ്പോൾ മൊസാദ് കൊണ്ട് ഏറ്റവും കൂടുതൽ പ്രശ്നത്തിലാകുന്നതും നെതന്യാഹു തന്നെയാണ്.